ഹായ് ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി ക്ലച്ചസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഗിയർ ബോക്സ് എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ ഇത് ഞാൻ 2-3 ക്ലാസ്സുകളിലായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലച്ചസ് നന്നായി അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഗിയർ ബോക്സ് മറ്റ് കാര്യങ്ങൾ ഒരുവിധം എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക്, ഇതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ എന്ത് പർപ്പസിനാണ് ഗിയർ ബോക്സ് കൊണ്ടുവന്നത്, അതിനുശേഷം ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ ബോക്സ്, ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഗിയർ നമ്മൾ എല്ലാവരും മാനുവൽ ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ എന്ന് പറഞ്ഞിട്ട് വരുന്നതെല്ലാം ഓട്ടോ ഷിഫ്റ്റ് ആണ്. ഓട്ടോമാറ്റഡ് മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ്. മീൻസ് മാനുവൽ ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റഡ് ചെയ്തതാണ്, നമ്മുടെ ആക്ച്വേറ്റർ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വക കാണുന്ന ഗിയറുകളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസ്, മറ്റ് കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് വരാം. എന്താണ് ഗിയർ ബോക്സ്? ഇപ്പോൾ ഗിയർ ബോക്സ് നമുക്ക് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ്സ് പറഞ്ഞാൽ പല സിറ്റുവേഷൻസിൽ, പല കണ്ടീഷൻസിൽ, പല മീൻസ് നമുക്ക് വരുന്ന സ്പീഡ്സിന് അല്ലെങ്കിൽ ടോർക്കിന് വേണ്ട രീതിയിലുള്ള സ്പീഡും ടോർക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗിയർ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, ഇപ്പോൾ ഇതിൽ എഴുതിയ പോലെ തന്നെ an automobile requires high torque when climbing hills. ഹില്ല് കയറുമ്പോൾ കൂടുതൽ ടോർക്കാണ് നമുക്ക് ആവശ്യം. വെൻ സ്റ്റാർട്ടിങ് ഈവൻ ദോ ദേ ആർ പെർഫോംഡ് അറ്റ് ലോ സ്പീഡ്സ്. അതിനാൽ കുറഞ്ഞ സ്പീഡുകളിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്ത്, സ്റ്റാർട്ടിങ് നിന്ന് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം വേണ്ടത് ടോർക്കാണ് നമുക്ക് ആവശ്യം. ഈ ടോർക്ക് ആ സമയത്ത് എത്രത്തോളം ടോർക്ക് നമുക്ക് വേണോ ആ ടോർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ആ ടോർക്ക് തരേണ്ട ജോലി ഗിയർ ബോക്സിനാണ്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യലാണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഹൈ സ്പീഡ്സിൽ നമുക്ക് വെൻ റണ്ണിങ് അറ്റ് ഹൈ സ്പീഡ്സ് ഹൈ ടോർക്ക് ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് ഹൈ സ്പീഡ്സിൽ ടോർക്ക് ആവശ്യമില്ല. അത് ഇതിൽ നമുക്ക് സ്പീഡ് RPM ആണ് നമുക്ക് വേണ്ടത്. ആ RPM പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗിയർ ബോക്സ് ആണ്. ഈ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഇതിന് വേണ്ടിയാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ട്രാൻസ്മിഷൻ ബോക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് ലോ സ്പീഡ്സിൽ ടോർക്ക് കിട്ടാനും, അതുപോലെ റിഡക്ഷൻ ഗിയർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും, RPM നമ്മുടെ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന RPMത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ RPM പ്രൊവൈഡ് ചെയ്യാനും RPM കുറഞ്ഞ് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ഈ ഗിയർ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ അതിന് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഗിയർ ബോക്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ത് മീൻസ് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ഹൈ സ്പീഡ്സിൽ സ്പീഡ് കൊടുക്കുക. ഓക്കെ, സ്പീഡ് കൊടുക്കാനാണ്, സ്പീഡ് റേഷ്യോസ് കൊടുക്കാനാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം മെയിൻ ഇതിലെന്ന് പറയുന്നത് നമുക്ക് ടോർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇനീഷ്യൽ പിക്കപ്പ് കിട്ടിയാലല്ലേ നമുക്ക് സ്പീഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടോർക്ക് പ്രൊവൈഡറാണ് ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം. അപ്പോൾ നമുക്ക് 2 ഗിയേഴ്സ് ഉപയോഗിക്കാം. ഏത് ടൈപ്പ് ഓഫ് ഗിയേഴ്സിൽ എന്ന് പറയുന്നത് 2 ഗിയർ ടൈപ്പ് ഉപയോഗിക്കാം. ഒന്ന് സ്പർ ഗിയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെലിക്കൽ ഗിയർ ഉപയോഗിക്കാം. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗിയർ എന്ന് പറയുന്നത് ഹെലിക്കൽ ഗിയർ തന്നെയാണ്. സ്പർ ഗിയർ ഓക്കെ, ബട്ട് സ്പർ ഗിയറിൽ നമുക്ക് സ്ലിപ്പൊക്കെ നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് ഗിയർ ടീത്തേഴ്സ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഇപ്പോൾ വരുന്ന എല്ലാ ഗിയർ ബോക്സിലും ഹെലിക്കൽ ഗിയേഴ്സ് വെച്ചിട്ട് ആണ് നമ്മുടെ ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് പോവാം. ടോർക്ക് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, ഇപ്പം അല്ലെങ്കിൽ സ്പീഡ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ കേസിൽ വരുന്നത്. നമുക്ക് എപ്പോഴും നിങ്ങൾ ജസ്റ്റ് വെഹിക്കിൾ എടുക്കുമ്പോൾ, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. ഇപ്പം നിങ്ങൾ RX100 പറയും സഡൻ പിക്കപ്പാണ്, അല്ലെങ്കിൽ സഡൻ ഇതാണ്, അറിയാത്തവരെടുത്ത് കഴിഞ്ഞാൽ ചാടും എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. ഈ പിക്കപ്പ് എന്ന് പറയുന്നത് ടോർക്കാണ്. ആ ടോർക്ക് നമ്മുടെ വണ്ടികളുടെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ടോർക്ക് നമ്മുടെ വീലിലേക്ക് ട്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആ ട്രാക്ഷൻ കിട്ടാൻ നമ്മൾ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ബോക്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗിയറുകളിൽ തമ്മിലുള്ള വലിപ്പം, പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഗിയറിൽ നിന്ന് ഔട്ട്പുട്ട് ഗിയറുകൾ തമ്മിലുള്ള വലിപ്പത്തിൽ നിന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ടോർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും സ്പീഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ, ഈ ഇൻപുട്ട് ഇതിപ്പോൾ ഇൻപുട്ട് ഗിയർ ആണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ 1 RPM
റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ, ഇത് ഇവിടെ നിന്ന് എൻ്റെ ഈ കർസറിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് 4 RPM അല്ലെങ്കിൽ 4 റൊട്ടേഷൻ കംപ്ലീറ്റ് റൊട്ടേഷനെങ്കിലും എടുത്തിരിക്കണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ചെറിയ വീല് 4 അല്ലെങ്കിൽ 5 6 വട്ടം തിരിഞ്ഞാൽ മാത്രമേ ഇത് ഒരു കംപ്ലീറ്റ് 1 ടേൺ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് എപ്പോഴാണ് സ്പീഡ് വേണ്ടത്, RPM കൂടുതൽ വേണ്ടത്, എപ്പോഴാണ് നമുക്ക് RPM കുറവും ടോർക്ക് കൂടുതൽ വേണ്ടതെന്ന് ചിന്തിക്കുക. സ്റ്റാർട്ടിങ്ങിൻ്റെ കേസിലും സ്ലോ സ്പീഡിൻ്റെ കേസിലും ഇപ്പം നിങ്ങൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു, 4th ഗിയറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് 4th ഗിയറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പുള്ളി എന്ന പോലെ തോന്നില്ല അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, ഡൗൺ ചെയ്യും. ഡൗൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്പീഡ് റിഡക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്, ഗിയർ റിഡക്ഷൻ ആണ് നിങ്ങൾ ചെയ്യണത്. അപ്പോൾ ആ റിഡക്ഷൻ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഗിയറുകളുടെ വലിപ്പം മാറ്റമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുകയും RPM ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ടോർക്ക് ഡെവലപ്പ് ചെയ്യും. കുതിച്ച് പായാനുള്ള സ്പീഡ്, അതായത് കുതിച്ച് പായാനുള്ള ആ ഒരു ഇത് നമ്മുടെ വണ്ടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് RPM അവിടെ കൂടുന്നതും നിങ്ങൾ 4th ഇട്ടിട്ട് RPM ഇൻക്രീസ് ചെയ്തിട്ട് വണ്ടി സ്പീഡിൽ പോകുന്നതും നിങ്ങൾ ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇത് ഇൻപുട്ട് ഗിയർ ആയിരിക്കും, ഇത് ഔട്ട്പുട്ട് ആയിരിക്കും, വീലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഗിയർ ആയിരിക്കും. അപ്പോൾ ഒരു 4 വട്ടം റൊട്ടേറ്റ് ചെയ്തായിരിക്കും ഒരു ടേൺ എടുക്കുക. ആ സമയത്ത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക്, മാക്സിമം ടോർക്ക് ഇതിന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. പറയുന്നത് നിങ്ങൾ 4000 RPM ഇപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ 6000 RPM 29 ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്കല്ല ഞാൻ പറയുന്നത്, വണ്ടി നിൽക്കുന്ന കണ്ടീഷനിൽ, റെസ്റ്റ് കണ്ടീഷനിൽ നിന്ന് ഒന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ടോർക്ക് നമുക്ക് വേണം. ആ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് 4 കറക്കം കറങ്ങി കഴിഞ്ഞാൽ ഇത് ഒരു കറക്കം കറങ്ങുമ്പോൾ ഉള്ള കിട്ടുന്ന ടോർക്ക് വെച്ചിട്ട് വണ്ടി മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോർക്കല്ല ആവശ്യം, മെല്ലെ 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 ഇതിൻ്റെ RPM ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു വരും, ഇതിൻ്റെ വലിപ്പം കൂടി വരും. ഇനി നിങ്ങൾ തിരിച്ച് നോക്കിക്കോ, ഇത് 4ാമത്തെ ഗിയറിൻ്റെ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ക്ലച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വീലിലായിരിക്കും. അപ്പം നമുക്ക് മാക്സിമം RPM ആണ് വേണ്ടത്, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സ്പീഡിലേക്ക് പോകാനാണ് നമുക്ക് വേണ്ടത്. ഇത് ഒരു ടേൺ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 RPM നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്ന ആ ബോക്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതിൻ്റെ ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. നിങ്ങളിവിടെ നോക്കിക്കോ, ഒരു 3000 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വീലിലേക്ക് പോകുന്ന RPM വെറും 947 RPM നമുക്ക് പോവുള്ളൂ. ആ റേഷ്യോ ആണ് 3.166 1 എന്ന് പറഞ്ഞ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3.166 എന്ന് പറയുന്ന ഒരു ടേൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫൈനൽ വീല് ഒരു കംപ്ലീറ്റ് ടേണേ എടുത്തിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന മാക്സിമം ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ആ വണ്ടിനെ മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചില കേസിൽ പറയും വണ്ടിക്ക് സഡൻ പിക്കപ്പേ ഇല്ലടാ. അപ്പം നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നമ്മുടെ ചില വണ്ടികളൊക്കെ എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇത് മീൻസ് പുള്ളിങ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഈ ഗിയർ റേഷ്യോസിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അത് പുള്ളിങ് വരാത്തത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ RX100 തന്നെ എടുത്തോ. അപ്പോൾ RX100ൽ ആ എഞ്ചിൻ RPM റൊട്ടേറ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ അപ്പോൾ എത്ര RPM റൊട്ടേറ്റ് ചെയ്തതിൽ നിന്നാണ് ഒരു RPM എടുക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്ര ടോർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ, ഇപ്പോൾ 5ാമത്തെ ഗിയർ മീൻസ് എത്തുമ്പോൾ ഒരു ടേൺ പോലും വേണ്ട, 0.738 ടേൺ എടുക്കുമ്പോൾ 1 RPM ഇവിടെ ഫൈനൽ ഗിയർ, നമ്മുടെ ഫൈനൽ ഇതിലേക്ക് വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഗിയറിൽ RPM റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3000 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4065 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആവണ്ട? ഈ ഒരു പർപ്പസ്, മെയിൻ പർപ്പസ്, ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. ഇത് പല രീതിയിൽ പല വ്യത്യാസങ്ങളിൽ പല ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് വന്നു. നമുക്ക് മാനുവൽ പറ്റില്ല, ഓട്ടോമാറ്റിക് വന്നു. ഓട്ടോമാറ്റിക്കിൽ ആദ്യം വന്ന ഓട്ടോമാറ്റിക്കിൽ ഒരുപാട് മൈലേജിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ഡിസൈന്, നമുക്ക് സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, സർവീസ് കോസ്റ്റ് കൂടുതൽ എന്നുള്ള എല്ലാ കാരണങ്ങളും കൊണ്ട് അതിൽ നിന്ന് മാറ്റം വന്നിട്ടാണ് AMT DCT എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ വന്നത്.
CVT എന്ന് പറയുന്ന പോലെ ഗിയർ ബോക്സുകൾ നമുക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ, ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് എന്ന് പറയുന്ന 4 ഗിയർ ബോക്സ് ടൈപ്പുകളാണ് ആദ്യകാലം തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അപ്ഡേറ്റ് ചെയ്ത് വന്നത് നമുക്ക് DCT, AMT എന്നൊക്കെ പറയുന്ന CVT എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്ത് വന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ 3 മാനുവൽ ഗിയർ ബോക്സും ലാസ്റ്റ് 4ാമത്തെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾ ഇനിയൊരു കാര്യം കൂടി ചിന്തിക്കുക. നമ്മൾ ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഫസ്റ്റ് ഒരു ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. അതിലെന്താണോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, അതിനെ റെക്ടിഫൈ ചെയ്ത് അടുത്ത ഗിയർ ബോക്സിന്റെ ടൈപ്പ് നമ്മൾ ഇൻവെന്റ് ചെയ്തു. അതിൽ എന്താ പ്രശ്നങ്ങളുണ്ട് അതിനെ മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്താണ് അതിന്റെ അടുത്ത ഗിയർ ബോക്സ്. അങ്ങനെ 3 ഗിയർ ബോക്സുകളാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നത്. 3ാമത്തെ ഗിയർ ബോക്സ് ആണ് ഇന്ന് എല്ലാ മാനുവൽ ഗിയർ ബോക്സുകളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സും കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സും ഞാൻ എടുത്തു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഗിയർ ബോക്സിന്റെ കമ്പോണൻസ് നോക്കി പോവാം. നമുക്ക് മാക്സിമം എടുക്കുകയാണെങ്കിൽ ഇത്രയും കമ്പോണൻസുകളാണ്: കൗണ്ടർ ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, പിന്നെ ഗിയേഴ്സ്, അതിൻ്റെ കൂടെ ബിയറിങ്ങും ഉണ്ടാവും. ക്ലച്ച് ഷാഫ്റ്റ് ക്ലച്ചിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഗിയറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഗിയർ വേറൊരു ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ വേറൊരു ഗിയർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഗിയർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയുക. ഈ കൗണ്ടർ ഷാഫ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യും, മെയിൻ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യും. ഈ മെയിൻ ഷാഫ്റ്റിലാണ് നമ്മുടെ ഔട്ട്പുട്ട് ഗിയേഴ്സ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ഇതിലേക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഫസ്റ്റ് ഗിയർ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ ആണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഔട്ട്പുട്ടിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇത് നമ്മൾ എൻഗേജ് ഡിസെൻഗേജ്, ഓരോ ഗിയറിനെ എൻഗേജ് നമ്മൾ ഡിസെൻഗേജ് നമ്മൾ 1 2 3 4 5 എന്ന് ഇടുന്ന രീതിയിലാണ് ഇത് കാണുക. സോ ഞാൻ നെക്സ്റ്റ് ഇതിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് സ്പർ ഗിയർ ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഗിയർ ബോക്സ് ആണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുക. ഓക്കെ, സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുക. ഇതിൽ ഗിയറുകളെ ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് ചെയ്തുകൊണ്ട് ഗിയറിനെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ഗിയറുകളെ. അത് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഗിയറുകളെ മൂവ് ചെയ്യിച്ച് ഓരോന്നിലും എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓരോ ഗിയർ റേഷ്യോസും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫിഗർ ആണ് ഇതിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഗിയർ കൗണ്ടർ ഷാഫ്റ്റിൽ എപ്പോഴും ഗിയർ ഇത് എൻഗേജ് ആയി കിടക്കും. ഇനി ഈ ഗിയേഴ്സ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിലുള്ള ഗിയേഴ്സിനെയാണ് നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് മൂവ് ചെയ്യിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് 1 2 3 4 ഏതാണോ ഗിയേഴ്സ്, ആ ഗിയേഴ്സിന്റെ അച്ചീവ്മെന്റ് നമുക്ക് സംഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോ, ഇതിന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോ. ഇവിടെ ഇതാണ് ഇൻപുട്ടിന്റെ ഇത്. ഈ ഇൻപുട്ടിൽ നിന്ന് ആദ്യം ചെറുത് പിന്നെ വലുത് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഗിയർ നമുക്ക് കിട്ടുമ്പോൾ ഇതിൽ മാക്സിമം ടോർക്ക് ഡെവലപ്പ് ആവും. പിന്നെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് മാക്സിമം RPM നമുക്ക് ഡെവലപ്പ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ സ്പർ ഗിയർ ആണ് ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയറിന്റെ ഇതിനെ നമ്മൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഗിയർ റേഷ്യോസ് മീൻസ് റൊട്ടേഷൻസ് നമ്മൾ അച്ചീവ് ചെയ്യാറ്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗിയറുകൾ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേഷൻ സമയത്ത് പെട്ടെന്ന് 2 ഗിയർ അല്ലെങ്കിൽ ഗിയറുകളെ തമ്മിൽ മേറ്റ് ചെയ്യിക്കുമ്പോൾ അപ്പുറത്തുള്ള ഗിയേഴ്സ് തട്ടി പൊട്ടാനും മറ്റ് ചാൻസുകളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഗിയേഴ്സ് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തും ഈ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് അറിഞ്ഞു വെക്കുക. ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുക. നിങ്ങൾ ഇതിൽ ആ പേരിൽ തന്നെ നിങ്ങൾ ഓർത്താൽ മതി, കോൺസ്റ്റന്റ് മെഷ്, കോൺസ്റ്റന്റ് ആയിട്ട് മെഷ് ചെയ്ത് നിൽക്കുന്നത്, മേറ്റ് ചെയ്ത് നിൽക്കുന്നതും അതിലെ ഓരോ മേറ്റ് ചെയ്തിരിക്കുന്നതിനും ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് 1 2 3 4 5 എന്നുള്ള രീതിയിലുള്ള ഗിയർ റേഷ്യോസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓരോന്നിനെയും മെഷ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഗിയർ റേഷ്യോസ് അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുക. ഇപ്പം ഈ ഗിയർ തമ്മിൽ മേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇതിലേക്ക് വന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചതാണ്. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലാണ്. ഇതും മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂട്രലാണ്. ഇനി ഇതിനെ ഇതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു പവർ പോകുന്നുണ്ട്.
പിന്നെ ഇത് എൻഗേജ് ആയി കഴിഞ്ഞാൽ പവർ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ റിവേഴ്സ് ആണ്, ഇത് ഇതിലേക്ക് എൻഗേജ് ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ആണ് ഉണ്ടാവുക. ഇനി ഫൈനൽ ഗിയർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എഞ്ചിനിൽ നിന്ന് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിലേക്ക് പോവുക. ആ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്, ഓവർ ഡ്രൈവ് പോലത്തുള്ള ഡ്രൈവ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഹൈ സ്പീഡിൽ എത്രയാണോ എഞ്ചിനിൽ പവർ ഡെവലപ്പ് ചെയ്യണം, ആ പവർ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് ഫൈനൽ നമ്മുടെ ടോപ്പ് ഗിയർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷനാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഫിഗർ മാത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. നിങ്ങൾ എക്സാമിന് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഒരു 3 ഗിയറുള്ള പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടെ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇതല്ല മെയിനായിട്ട് നോക്കേണ്ടത്, ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ മൂവ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇത് 4 റൊട്ടേറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് എടുക്കുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യണത്. ഇനി അതിനെ മൂവ് ചെയ്ത് സെക്കൻഡ് ഗിയർ പൊസിഷനിൽ ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെഷ് ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പവർ എപ്പോഴും ഈ കൗണ്ടർ ഷാഫ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഈ ഇരിക്കുന്ന ഗിയർ ഏതിലാണോ ടച്ച് ചെയ്യുന്നത് ആ ഗിയറിൽ നിന്നുള്ള പവർ ഔട്ട്പുട്ടാണ് നമ്മുടെ വീലിലേക്ക് പോവുക. സോ അത് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഞാൻ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനാൽ ഇവിടെ നോക്കിക്കോ, ഈ ഗിയറിൻ്റെ വലിപ്പത്തിൽ നിന്ന് കുറച്ചുകൂടി വലിപ്പം കൂടി. അപ്പോൾ കൂടുതൽ നമുക്ക് ടോർക്കിൽ നിന്ന് കൂടുതൽ RPM ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. ആ RPM നമ്മുടെ വീലിലേക്ക് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഗിയർ. ആകെ 3 ഗിയറുള്ള ഗിയർ ബോക്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗിയർ നമ്മൾ ചെയ്യുന്നതിന് പകരം ഈ ഇരിക്കുന്ന നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, ഈ മെയിൻ ഷാഫ്റ്റ് ഡയറക്റ്റ് ഈ ക്ലച്ച് ഷാഫ്റ്റിനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ കർസർ മൂവ് ചെയ്യുന്നുണ്ട് താഴെ. ഇതിൽ ഈ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് കംപ്ലീറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ഔട്ട്പുട്ടിനെയും നമ്മുടെ വീലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഫൈനൽ ഗിയർ ഉണ്ടാവുക. അപ്പോൾ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗിയേഴ്സും ഉണ്ടാവും. ഫൈനൽ നമ്മുടെ ഗിയറിൽ, ടോപ്പ് ഗിയറിൽ ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ്സും ഉണ്ടാവും. റിവേഴ്സ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഈ ഗിയർസ് ആ ഒരു സെറ്റിന്. ഓക്കെ, സോ ഈ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത്രയും ഗിയേഴ്സാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഗിയർ പൊസിഷൻസിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി നോക്കിയാൽ മതി ഈ കാര്യങ്ങൾ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. നമുക്ക് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ എപ്പോഴും സ്ലൈഡിംഗ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ ഗിയേഴ്സിനെ നമ്മൾ മേറ്റ് ചെയ്യണം. അങ്ങനെ മേറ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ ടീത്ത് പൊട്ടിപ്പോകാനും മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും അത് നമുക്ക് റിലയബിൾ അല്ല, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അല്ല. നമുക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരുപാട് സർവീസ് കോസ്റ്റ്, എപ്പോഴും ഗിയേഴ്സ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഉപയോഗിച്ചത്. ഇവിടെ എന്ന് പറയുന്നാൽ എല്ലാ ഗിയറും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൻ്റെ സെറ്റ്, സെക്കൻഡ് ഗിയറിൻ്റെ സെറ്റ്, തേർഡ് ഗിയറിൻ്റെ സെറ്റ്, ഫോർത്ത് ഗിയറിൻ്റെ സെറ്റ്, ഫിഫ്ത്ത് ഗിയറിൻ്റെ സെറ്റ്, ഫൈനൽ ഗിയർ, ടോപ്പ് ഗിയറിൻ്റെ എല്ലാം നമ്മളെല്ലാം എൻഗേജഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മീൻസ് ഗിയേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏത് ഗിയർ ആണോ വേണ്ടത് ആ ഗിയർ സെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ആ ഒരു കമ്പോണൻ്റെ പേര് ഇവിടെ ഡോഗ്സ് എന്നാണ് വിളിക്കുക, DOGS, ഡോഗുകൾ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഇവിടെ 5ാമതായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഡോഗുകൾ. ഈ ഡോഗുകൾ പോയിട്ട് ഏത് ഗിയറിലാണോ, ഇവിടെ ഒരു ഡോഗുണ്ട്, ഇവിടെ ഒരു ഡോഗുണ്ട്, ഈ ഡോഗുകൾ പോയിട്ട് ഏത് ഗിയറിൻ്റെ സെറ്റിലാണോ പോയി എൻഗേജ് ആവുന്നത് ആ ഗിയറിലുള്ള RPM അല്ലെങ്കിൽ ടോർക്കാണ് നമ്മുടെ വീലിലേക്ക് പോവുക. ഇതിനാണ് നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറയുക. ഇതിൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയേഴ്സ് ഹെലിക്കൽ ഗിയേഴ്സ് ആണ്. ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും സ്മൂത്തറായിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് കിട്ടും, നല്ല പവർ ഔട്ട്പുട്ട് കിട്ടും, ഗിയറിൻ്റെ ലൈഫ് കൂടുതലാണ്. സോ നമുക്ക് സർവീസ് കോസ്റ്റ് കുറവാണ്. അപ്പോൾ കുറേ കാലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഈ രീതിയിലാണ് എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക. ഡോഗ് നിങ്ങൾക്ക് നോക്കി അറിയാം, ഡോഗ് ഗിയർ എന്നാണ് ഇതിനെ പറയുക. ഈ യെല്ലോ കളർ, ഗോൾഡൻ കളറിൽ കാണുന്നതിനെയാണ് ഡോഗ് എന്ന് പറയുക. ഈ ഡോഗിനെയാണ് നമ്മൾ ഗിയർ ലിവർ വെച്ചിട്ട് മൂവ് ചെയ്യുന്നത്. ഈ ഡോഗ് ഇവിടെ കാണുന്ന സ്പാർക്ക് ഗിയർ ഉണ്ടോ, ഈ സ്പാർക്ക് ഗിയറിലേക്കാണ് നമ്മൾ എൻഗേജ് ചെയ്തിട്ട് ഓരോ സെറ്റിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് ഫൈനലിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതിനെയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, നമ്മുടെ കാറിലിടുന്ന ആ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ
ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവരുന്നത്, ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, റൈറ്റിലേക്ക് കൊണ്ടുവന്നു, അത് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യില്ലേ ഗിയർ ലിവർ, ആ മൂവ്മെൻറ്റ് ഇവിടെ നമുക്ക് നോക്കിയറിയാം. ഓരോന്നിനെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇനി കോൺസ്റ്റൻറ്റ് മെഷിൻ്റെ ഫിഗർ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ സ്ലൈഡിങ് മെഷുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഹെലിക്കൽ ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ക്വാറ്റർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കിട്ടും. ഈസി ആയിട്ട് സിങ്ക്രൈസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഡോഗ് ക്ലച്ചസ് ആണ് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോഗിൻ്റെ ഗിയേഴ്സിന് മാത്രമേ നമുക്ക് ഡാമേജ് സംഭവിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സർവീസ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കാരണം അതിൻ്റെ ചെറിയ പാർട്ടാണ്, അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. നമുക്ക് വലിയ ഗിയേഴ്സ്, അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ഗിയേഴ്സിനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിനൊരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഡോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്പർ ഗിയർ ആണ്. അപ്പോൾ ഈ സ്പർ ഗിയർ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞിരുന്നു. സ്പർ ഗിയറിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻഗേജ് ചെയ്യുമ്പോൾ എങ്ങനെയും ടീത്തേഴ്സ് തമ്മിൽ ഇടിക്കുകയും പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ കോൺസ്റ്റന്റ് മെഷിൽ ഒരു സംഭവം കൊണ്ടുവന്നു. ഡബിൾ ഡി ക്ലച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബസ്സുകളൊക്കെ നിങ്ങൾ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്ലച്ച് ഇടുക എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചിൻ്റെ പെഡല് ആദ്യം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ പ്രശ്നമല്ല, ഫസ്റ്റ് ഗിയറിൽ നിന്ന് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ക്ലച്ച് പെഡൽ ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്ത് ഫസ്റ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് ആദ്യം കൊണ്ടുവരണം. പിന്നെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വീണ്ടും ക്ലച്ച് അമർത്തിയിട്ട് വേണം നമ്മൾ സെക്കൻഡിലേക്ക് കൊണ്ടുപോകാൻ. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്ത് ക്ലച്ചിനെ വീണ്ടും എൻഗേജ് ചെയ്ത് വീണ്ടും ക്ലച്ചിനെ നമ്മൾ ഡിസെൻഗേജ് ചെയ്തിട്ടാണ് അടുത്ത ഗിയറിലേക്ക് നമ്മൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് വരുന്ന സ്പീഡും ഈ ഡോഗിൻ്റെ സ്പീഡും ഈക്വൽ ആവാൻ വേണ്ടിയാണ്. അത് ഈക്വൽ ആയാൽ മാത്രമേ ഇത് പെട്ടെന്ന് എൻഗേജ് ആവുള്ളൂ, ഇതിലേക്ക് മേറ്റ് ആവുള്ളൂ. ഇത് ഡിഫറൻറ്റ് സ്പീഡും ഈ ഡോഗ് ഡിഫറൻറ്റ് സ്പീഡും ആണെന്നുണ്ടെങ്കിൽ ഇടിച്ച് ഗിയേഴ്സ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് വരുന്നത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് പോകണു, ഞാൻ 30 km/h പോവുകയാണ്. അപ്പോൾ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് വരുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, നമ്മൾ ആക്സിലേറ്റർ അമർത്തിയിട്ട്, അപ്പോൾ ആ ഒരു സ്പീഡും ഞാൻ ഔട്ട്പുട്ടായിട്ട് പോകുന്ന ഒരു RPM ഉണ്ടല്ലോ, ആ RPM ഡോഗിൽ ആ RPM ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ ഫസ്റ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നു, ആ സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യണു. ആ സമയം കൊണ്ട്, ആ ഫ്ലാഷ് ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ആ കുറച്ച് സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ ആ ക്ലച്ചിലുള്ള സ്പീഡും ആ ഡോഗിലെ സ്പീഡും ഈക്വൽ ആവും. ഈക്വൽ ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഗിയറിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുക. അപ്പോൾ ഇതിലിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. നിങ്ങൾ പഴയ ബസ്സുകളൊക്കെ നോക്കിയാൽ മതി, ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സൗണ്ട് കേട്ടിട്ട് നമ്മൾ പറയാറുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്, നമുക്ക് അവർ പറഞ്ഞാൽ സിംഗിൾ ക്ലച്ചിൽ തന്നെ നമ്മൾ ഗിയർ ഇട്ടിട്ടാണ് ആ സൗണ്ട് വരുന്നത്. അത് പറഞ്ഞാൽ ഈ ഡോഗും ഇതിൽ തമ്മിൽ ഇടിക്കുമ്പോൾ വരുന്ന സൗണ്ടാണ് നമ്മൾ ആ പുറത്തേക്ക് കേൾക്കുന്നത്. ഈ ഒരു മെയിൻ പ്രശ്നം കാരണം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് കൊണ്ടുവന്നത്. വീഡിയോ ഡ്യൂറേഷൻ നീണ്ടു പോവുകയാണ്, നമുക്കിന്ന് ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് സിങ്ക്രോമെഷും അതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.